ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് തങ്ങളുടെ ഒരു നേതാവ് മത്സരിച്ച് വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുക. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. സംഭവം കർണാടകയിലായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സയ്യിദ് നസീർ ഹുസൈൻ എന്ന് പറയുന്ന അല്പം തീവ്രവാദ മനോഭാവമുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് രാജ്യസഭയിലേക്ക് മത്സരിപ്പിച്ച് കർണാടകയിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു. ആ വിജയാഘോഷ പ്രകടനങ്ങൾക്കിടയിൽ ആണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുടങ്ങിയത്. കർണാടകയിൽ ശിവകുമാറിനെ പോലെയുള്ള ആളുകൾ നേതൃത്വത്തിൽ വന്നതിന് ശേഷം കാലങ്ങളായി ഇത്തരം ന്യൂനപക്ഷ തീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുകയും പ്രകടന നയം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. CPM അത് കാലങ്ങളായി ഇന്ത്യയിലാകെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പോലും ഏകപക്ഷീയമായി ഹമാസിനെ സപ്പോർട്ട് ചെയ്ത്, ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്, പാലസ്തീന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാലി നടത്തി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ റാലികളിൽ ഹമാസിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് സ്റ്റോറിയിൽ. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേറെ രൂപമാണ് ഹമാസ്. അവിടെ നടക്കുന്ന ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികൾ ഹമാസാണ് തുടങ്ങി വെച്ചത്. അവരെ കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്തൊരു സ്ഥാനം മാറിയത് ഇപ്പോൾ അത്. അപ്പോഴാണ് ഇപ്പോൾ ഇവിടെ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം. ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒന്നും കാലത്ത് കോൺഗ്രസ് ഇങ്ങനെ നിലപാടുണ്ടായിരുന്നില്ല. കോൺഗ്രസ് കുറച്ചുകൂടി ശക്തമായ നിലപാടിൽ നിന്നിരുന്ന നരസിംഹറാവുവിൻ്റെ കാലം വരെ. അതേസമയം മദാമിയും പപ്പുമോനും നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ് കോൺഗ്രസിന് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത്. ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് KC വേണുഗോപാലിനെ പോലെയുള്ള ആളുകളാണ്. കേരളത്തിലെ ഏറ്റവും ജൂനിയറായ നേതാവ് ഒരു സുപ്രഭാതത്തിൽ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട നേതാവായിട്ട് മാറി. KC എന്താണോ പറയുന്നത് അത്. ബോബനും മോളിയിലെയും പട്ടിക്കുട്ടി കൂടെ പോകുന്നത് പോലെ പ്രിയങ്കയും രാഹുലും എവിടെ പോയാലും കൂടെ പോകും. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് DK ശിവകുമാറിനെ പോലെയുള്ളവരെ കൊണ്ടുവന്നത്. ഹിജാബ് വിഷയം 2022 കർണാടകയിൽ കത്തിയത്. ആ ഹിജാബ് വിഷയത്തിൽ അവസാനം ഒരു മുസ്ലിം വനിതാ ജഡ്ജി അംഗമായിട്ടുള്ള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ സുപ്രധാനമായ വിധി വന്നപ്പോൾ ആ വിധിന്യായത്തിൽ ഖുറാനെ ഉദ്ധരിച്ചുകൊണ്ട് ഹിജാബ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് വിധി പ്രഖ്യാപിക്കുകയും ഹിജാബ് നിരോധനം ശരിവെക്കുകയും ചെയ്തു. ക്യാമ്പസുകളിലെ അത് നിർബന്ധമല്ല, ഐഡന്റിറ്റി മറയ്ക്കലാണ് എന്നാണ് ആ വിധിന്യായം വന്നത്. ആ വിഷയം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായ ശേഷം, DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായ ശേഷം, കർണാടകയിൽ കോൺഗ്രസ് തിരിച്ചു വന്ന ശേഷം വീണ്ടും ഹിജാബ് നിരോധനം നീക്കും എന്നൊരു പ്രഖ്യാപനം വന്നിരുന്നു. അതായത് എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കാൻ പറ്റും അതൊക്കെ ചെയ്യുക, എങ്ങനെയൊക്കെ കുളം കലക്കി മീൻ പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പപ്പുമോൻ്റെ പരിപാടി എന്താ? പപ്പുമോൻ വിദേശ രാജ്യങ്ങളിൽ ഇവിടെ 2 മാസം നിന്നാൽ പിന്നെ 6 മാസം വിദേശത്തെ ഏർപ്പാട്. ഇപ്പം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ പോകുന്ന നമുക്ക് മനസ്സിലാക്കാം ഔദ്യോഗികമായ സന്ദർശനങ്ങളാണ്. ഇത് ടൂർ പോവുക എന്നേ. ചെറുക്കൻ ഇവിടെ ഇങ്ങനെ പിന്നെ ഇപ്പോൾ പട്ടി ചന്തയ്ക്ക് പോയ പോലെ ആദ്യം ജോഡോ യാത്ര എന്ന് പറഞ്ഞിട്ട് ഒന്ന് പടിഞ്ഞാറ് കിഴക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തെക്ക് വടക്ക് നടക്കുകയാണ്. പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ആദ്യത്തെ യാത്രയ്ക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു മധ്യവശത കിട്ടിയിരുന്നു. ഇപ്പോൾ അതും ഉണ്ടായില്ല. രണ്ടാമത്തെ യാത്രയ്ക്ക് പോകുന്ന സ്ഥലത്തെല്ലാം കോൺഗ്രസ്സുകാർ മുന്നണി വിട്ടു പോവുക, മുന്നണിയിലുള്ള കക്ഷികൾ മുന്നണി വിട്ടു പോവുക, കോൺഗ്രസ്സുകാർ പാർട്ടി വിട്ടു പോവുക തുടങ്ങിയിട്ടുള്ള പരിപാടികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കോൺഗ്രസ് വിട്ടു പോകാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു യാത്രയായിട്ടത് മാറി. പപ്പുമോൻ വിദേശത്ത് പോയി കഴിഞ്ഞാൽ വിദേശത്ത് ഇരുന്നുകൊണ്ട് ഇന്ത്യയെ അധിക്ഷേപിച്ച് സംസാരിച്ച ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യയെ അപമാനിക്കുക. ഇന്ത്യ തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ്. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു കഴിഞ്ഞു. വരുന്ന 5 വർഷത്തിനുള്ളിൽ 3ാമത്തെ ശക്തിയായി മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകം ഇന്ത്യയെ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ആദരവ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് കിട്ടുന്ന ആദരവാണ്. 14ഓളം വിദേശ രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. അത് ഓരോ ഇന്ത്യക്കാരനും കിട്ടുന്ന ബഹുമതിയാണത്. അതിൽ തന്നെ 7ഓളം വരുന്നത് അറബ് രാജ്യങ്ങളാണ്, ഇസ്ലാമിക രാജ്യങ്ങളാണ്. അതൊക്കെ മനസ്സിലാക്കണ്ടേ? എന്നിട്ട് ഇവർ ഈ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം. ഇതിനു മുമ്പ് നമ്മുടെ ഹൈദരാബാദിലെ അസദുദ്ദീൻ ഒവൈസിയുടെ ഒരു ചടങ്ങിന് ഇടയ്ക്ക് വേദിയിൽ ഒവൈസി നിൽക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുക മാത്രമല്ല ഇന്ത്യ മൂർധാബാദ് എന്നും കൂടി വിളിച്ചു. അതിൻ്റെയും വീഡിയോ വൈറലാണ്, ഇപ്പോഴും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അതിനു മുമ്പാണ് കേരളത്തിലൊരു കൊച്ചു പെൺകുട്ടി കാശ്മീർ മാങ്ക ആസാദി എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചത്. കാശ്മീരിന് മോചനം വേണമെന്ന്. എവിടെ നിന്ന്? ഇന്ത്യയിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക കാശ്മീരിന് മോചനം വേണമെന്ന്. ഒരു മൗദ്യൂദിയൻ ആശയക്കാരിയായ പെൺകുട്ടി ആ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഏറ്റുവിളിക്കുകയാണ് ചുറ്റുമുള്ള പുരുഷ പ്രജകൾ. കേരളത്തിൽ നടന്ന മലയാളത്തിൽ മലയാളത്തിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് ഈ ഹിന്ദിയിൽ മുദ്രാവാക്യം വിളിക്കുന്നത്. ഈ രീതിയിലാണ് ഇവരുടെ അവസ്ഥ. ഒന്നും വേണ്ടാന്നേ. കാർഗിൽ യുദ്ധക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടിലൊക്കെ ചില തീവ്രവാദ സംഘടനകൾ
അന്ന് കാർഗിലിന് വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് നടക്കുന്ന സമയത്ത് രാജ്യമാകെ ആ ദേശീയ വികാരത്തിൽ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനാണ് തുടങ്ങി വെച്ചത്. ആ സമയത്ത് ആ ഫണ്ടിലേക്ക് പൈസ കൊടുക്കരുത് എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ച തീവ്രവാദ മനോഭാവമുള്ള ആളുകളെ എനിക്കറിയാം. എൻ്റെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, മഞ്ചേരിക്കാരനാണ്. അതേപോലെ വേറെ രസമുള്ള കാര്യമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ഈ ക്രിക്കറ്റിലോ ഫുട്ബോളിലോ ഒന്നും രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല, അതിൽ ദേശീയത കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതൊക്കെ സത്യമാണ്. കാരണം എനിക്കങ്ങനെയായിരുന്നു. ഞാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചിലപ്പോൾ മത്സരിക്കുന്ന സമയത്ത് ചില സമയത്ത് എനിക്ക് പാകിസ്ഥാൻ ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വസീം അക്രമായിരുന്നു എനിക്ക് പ്രിയപ്പെട്ട കളിക്കാരൻ. പിന്നീട് ഇന്ത്യയിലെ സൗരവ് ഗാംഗുലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, രണ്ടുപേരും നായകരെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ക്യാപ്റ്റന്മാരെന്നുള്ള രീതിയിൽ. വസീം അക്രമിൻ്റെ ബൗളിംഗ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിലെ പെരുമാറ്റം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. വളരെ എന്താ പറയുക, ആ വാശിയോട് കൂടിയിട്ടുള്ള കളിക്കുമായിരുന്നു. സൗരവ് ഗാംഗുലിക്കും അതുണ്ടായിരുന്നു. എന്നാൽ നമ്മളെ ശ്രീശാന്തിനെ പോലെ കോപ്രായം കാണിക്കാനൊന്നും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനങ്ങനെ നിലപാടെടുത്തപ്പോൾ തന്നെയും പലപ്പോഴും പല കളികളിലും പാകിസ്ഥാനിൻ്റെ ചില മാച്ചുകളിൽ പാകിസ്ഥാനോട് അനുഭവമുണ്ട്, വസീം അക്രമിനോട് അനുഭവമുണ്ട് എന്നൊക്കെ പറയുന്നത് അത് രാജ്യത്തിൻ്റെ അതിരുകൾക്കപ്പുറത്ത്, മതത്തിനും ഭാഷയ്ക്കും ദേശത്തിനും ഒക്കെ അപ്പുറത്ത് കളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതേസമയം എൻ്റെ നാട്ടിലെ ചില തീവ്രവാദ മനോഭാവമുള്ള ആളുകൾ, അവർ പകല് കോൺഗ്രസും CPM-നും ലീഗിലും ഒക്കെ ഉണ്ട്. ഇവർ ഞങ്ങളവിടെയൊക്കെ ക്ലബിലൊക്കെയാണ് കളി കാണുക. ഇവർ സംഘമായി ചേർന്ന് പാകിസ്ഥാൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആഘോഷിക്കുക. പാകിസ്ഥാൻ വിജയിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരാഘോഷം. നമുക്ക് ആര് ജയിച്ചാലും പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല, കളി കാണാൻ രസം ഉണ്ടാവണം എന്നുള്ളതാണ്. ലോകകപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ ഞാൻ അങ്ങനെ, യൂറോ കപ്പ് നടക്കുമ്പോൾ ഞാൻ അങ്ങനെ, കളി രസമായിരിക്കണം. ഏകപക്ഷീയമായ വിജയത്തിൽ ഒട്ടും താല്പര്യമില്ല. ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ ഏതെങ്കിലും ടീം ജയിക്കുമ്പോൾ നമുക്ക് അതിൽ ത്രില്ല് വരുന്നത്. ഇവർ പാകിസ്ഥാൻ ജയിക്കുമ്പം ആഹ്ലാദം, ഇന്ത്യ ജയിച്ചാൽ ശോകം. അതിനർത്ഥം ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്നുള്ളതാണ്. ഇന്ത്യ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി തരം പാർത്തിരിക്കുന്ന രാജ്യത്തോട് കൂറ് പുലർത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇവർ ചെയ്യുന്നത്. മണിപ്പൂർ വിഷയത്തിൽ നമുക്കറിയാം. മണിപ്പൂർ വിഷയത്തിൽ യഥാർത്ഥത്തിൽ മണിപ്പൂർ വിഷയത്തിൻ്റെ പിന്നിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയും അവരുടെ ചാരസംഘടനകളുടെയും ഇടപെടലുകളുണ്ട്. അത് തെളിയിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ബാക്കി ഇടപെടലാണോ അതിൻ്റെ കാരണം എന്നുള്ളത് അവിടെ നിന്നുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്നിക് ഇഷ്യൂസാണ്. ഇരു കൂട്ടർക്കും ആയുധം കൊടുത്ത് രംഗത്തേക്ക് പറഞ്ഞയക്കുകയാണ്. നല്ല ഫണ്ടിങ് നടക്കുന്നുണ്ട്. ആ മണിപ്പൂർ വിഷയത്തിൽ പോലും ഇന്ത്യയെ അപമാനിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുള്ളത്. പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാട് അത് തന്നെയായിരുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പണ്ട് തൊട്ടേ ഇത് തന്നെയാണ് നിലപാട്. ഇപ്പോഴത്തെ പരിപാടിയൊന്നുമല്ല. CPM 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് സ്വീകരിച്ച നിലപാട് എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചൈനയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക. നമ്മുടെ രാജ്യം ഒരു നിർണായകമായി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരായിട്ടുള്ള പട്ടാളക്കാർ അവർ ജീവൻ പണയം വെച്ച് പോരടിക്കുന്ന സമയത്ത് എതിർ ശക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന നിലപാടെടുത്തു. അതൊക്കെ ഏറെ വിവാദമായിട്ടുള്ള കാര്യങ്ങളാണ്. സമീപകാലത്ത് തന്നെ സംഭവമുണ്ട്. CPM-മാർ എപ്പോഴും പറയും ചങ്കിലെ ചൈന ആണ്. ചൈന അവരുടെ ഒരു യുദ്ധക്കപ്പലുകളുടെ നീക്കം ഇന്ത്യൻ അതിർത്തിക്കടുത്തേക്ക് അവർ അങ്ങനെ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച സമയത്ത് ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി US അവരുടെ പടക്കപ്പലുകൾ ആ ഭാഗത്തേക്ക് അയച്ചു. ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ ഇന്ത്യയെ തൊട്ടാൽ ഞങ്ങളും കൂടെ നിൽക്കും, ഇന്ത്യക്കൊപ്പം നിൽക്കും എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല കോഡ് സഖ്യം ഉൾപ്പെടെയുള്ള പല സഖ്യങ്ങൾക്കകത്ത് ഇന്ത്യ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരുപാട് സഖ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയും ഇസ്രായേലും UAE-യും അമേരിക്കയും ചേർന്നിട്ടുള്ള സഖ്യം വേറെയുണ്ട്. അങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ സഖ്യങ്ങളിലും ഇന്ത്യ പങ്കാളിയാണ്. അത് വ്യാപാരമായാലും നയതന്ത്ര മേഖലയിലായാലും യുദ്ധമേഖലയിലായാലും ആയുധ വ്യാപാര രംഗത്തായിരുന്നാലും ഒക്കെ തന്നെ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ദേശാഭിമാനി എഴുതിയൊരു സാധനമാണ് ഏത്, ചൈനക്കാരൻ അവൻ്റെ കപ്പലും കൊണ്ട് അയച്ചപ്പോൾ, യുദ്ധക്കപ്പൽ അയച്ചപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി US അവരുടെ കപ്പലയച്ചു. ആ സമയത്ത് പ്രകോപനവുമായി US. എന്തുകൊണ്ട് വർത്താനാടോ അത്? ദേശാഭിമാനിയിരിക്കുന്നവർക്ക് ബുദ്ധിയില്ല എന്നുള്ളത് വേറെ കാര്യം. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ദേശാഭിമാനി എന്ത് പറഞ്ഞാലും RSS എന്ന് പറഞ്ഞാൽ കാബാലികരെന്നാണ് അതിൻ്റെ കൂട്ടത്തിലുള്ളത്. അങ്ങനെയാണ് കിണറ്റിൽ വീണ ബാലികയെ RSS കാബാലികർ രക്ഷിച്ചു എന്ന് പണ്ട് തലക്കെട്ട് എഴുതിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളത് അത്. അങ്ങനെയാണ് ഇവരുടെ നിലപാട്. അന്തോ കുന്തുള്ള ഒരുത്തരും ദേശാഭിമാനിക്കകത്തില്ല. ജേർണലിസം അറിയണ ഒരാളുമില്ല. ആകെ ബ്രിട്ടാസിനറിയാം ഇവിടെ കൈരളി ചാനലിനകത്ത്. ദേശാഭിമാനിക്കകത്തെന്ന് വെച്ചാൽ പാർട്ടി നേതാക്കന്മാരുടെ അമ്മാവൻ്റെ മക്കളെ, അമ്മായിയുടെ മക്കളെ, മരുമക്കളെ ഒക്കെ ഇങ്ങോട്ട് എടുക്കുകയാണ്. സൈമൺ പിട്ടയുടെ ഭാര്യ പോലും ഈ സ്ഥാപനവുമായിട്ട് വിരിഞ്ഞു പോകാനുള്ള കാരണം അവിടുത്തെ ചില ദുരനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്.
എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെയാണ് ദേശാഭിമാനി എഴുതിയിട്ടുള്ളത്. പിന്നെ ഇവരെന്ത് ചങ്കിലെ ചൈന, എന്ത് കോപ്പിലെ ചൈന? അങ്ങനെ ചൈനയിൽ പിന്നെ വികസനമാണ് മാതൃകയാക്കേണ്ടത്. റഷ്യ ലോകത്തിന് മാതൃകയാണ്. എന്നാൽ പിന്നെ തന്നെ ഈ ജലദോഷം വരുമ്പോൾ ഇവന്മാർ യു കെയിലും അമേരിക്കയിലും ഒക്കെ പോണത്, നായനാർ തൊട്ട് കോടിയേരി തൊട്ട് പിണറായി വിജയൻ വരെയുള്ളവർ പോയതും പോയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ ചൈനയിലും റഷ്യയിലും അല്ലല്ലോ. ചൈന അത്ര വലിയ മാതൃകയാണെന്നുണ്ടെങ്കിൽ ഈ കാരണബോധന് ഇപ്പം മയോ ക്ലിനിക്കിൽ പോകുന്നതിന് പകരം ചൈന പോയാൽ പോരെ? ചൈനയിലെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണേ, തട്ടിപ്പാ, ഉഡായിപ്പിൻ്റെ കേന്ദ്രമാണ് ചൈന. ഏറ്റവും വലിയ മാനവിക വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പിന്നെ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും ചൈനയൊക്കെ. റഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ. അപ്പോൾ പ്രതിപക്ഷ സ്വരങ്ങളെ ഇല്ലാതാക്കുക, പ്രതിപക്ഷ നേതാക്കന്മാരെ കൊന്നുകളയുക. നവലിനെ കൊന്നു. ഇപ്പോൾ സ്വാഭാവിക മരണം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. പുടിൻ എന്തൊക്കെ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. പുടിൻ ഭ്രാന്തനാണ്. ചൈന ഭരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. ഇവർ വലിയ മുസ്ലിം സ്നേഹം പറയുമല്ലോ. ലോകത്ത് ഏറ്റവും വലിയ മുസ്ലിം കൂട്ടക്കൊലകളിൽ ഒന്ന് നടന്നിട്ടുള്ള ചെച്ചനിയല്ല, റഷ്യ നടത്തിയത്. ചൈനയിൽ 2 ലക്ഷത്തോളം വരുന്ന ഉറുഗ്വായ് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് നേരെ വംശഹത്യ നടത്തുന്നു, നിർബന്ധിതമായ വന്ധീകരണം നടത്തുന്നു, ആരാധനാലയങ്ങൾ, പള്ളികളിൽ അവർക്ക് നിസ്കരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുണ്ട്. എന്താ ഇവരാരൊന്നും ഉണ്ടാത്തത് അങ്ങനെയാണെങ്കിൽ? ഞാൻ പറഞ്ഞു, ചൈനയിൽ നല്ല ആശുപത്രി ഇല്ല. ചൈനയിലെയും റഷ്യയിലെയും പോയിട്ട് MBBS പഠിച്ചു വന്നു കഴിഞ്ഞാൽ അവർ പൈസ കൊടുത്ത് അവിടെ നിന്ന് പഠിക്കും. നമ്മുടെ കുട്ടികൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് നമുക്ക് വ്യക്തിപരമായിട്ടൊക്കെ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും, പോയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ജോർജിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കയിലെ വേറെ എവിടെയൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ ചില രാജ്യങ്ങൾക്ക് അത് ആവശ്യം പോലും ഇല്ല. പക്ഷേ ചൈനയിലും റഷ്യയിലും ഒക്കെ നിർബന്ധമാണ്, ജോർജിയയ്ക്ക് നിർബന്ധമാണ്. പക്ഷേ ഈ ചൈനയിലും റഷ്യയിലും പോയി പഠിച്ചു വരുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷ എഴുതി ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അവർക്കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ, RMO ആവാൻ പറ്റുള്ളൂ. ആ എലിജിബിലിറ്റി ടെസ്റ്റിൽ ഇവർ ഫെയിലാകുക ചെയ്യുന്നത്. കാരണം ഇവർ ഡെഡ് ബോഡിക്ക് പകരം ഡെമ്മി ഉണ്ടാക്കി വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇമാതിരി ടീമാണ് ഇവരത്. ചൈനക്കാരത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അവരെന്ത് ഉൽപ്പാദിപ്പിച്ചാലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവർ ഉൽപ്പാദിപ്പിച്ചതിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്തൊരു സാധനം കൊറോണ വൈറസ് മാത്രമായിരുന്നു. അത് അവർക്ക് തന്നെ വിനയാകുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഒരു രാജ്യം ചൈനയാണ്. അവർ ലോകത്തെ മുഴുവൻ ഇത് പിന്നെ വ്യാപിപ്പിച്ച് തകർത്ത് കളയാമെന്നും ആ സമയത്ത് അവരുടെ മരുന്ന് കച്ചവടവും കാര്യങ്ങളൊക്കെ കൂടി നടത്തിയിട്ട് ആ മേഖലയിൽ ലോകത്തെ കീഴ്പ്പെടുത്താമെന്നൊക്കെ കരുതി. പക്ഷേ ഇതുവരെ അടുത്ത് തന്നെ സാധനം റിലീസായിപ്പോയി. വുഹാനിൽ ഇത് പടർന്നു പിടിച്ചു, ചൈന ആകെ പടർന്നു പിടിച്ചു. ചൈന ലോകത്തിൻ്റെ മുമ്പിൽ ആ രീതിയിൽ ഒറ്റപ്പെടുന്നൊരവസ്ഥയുണ്ടായി. ചൈനയിലേക്ക് സഞ്ചാരികൾ ചെല്ലാതെയായി. ചൈനക്കാർക്ക് പല രാജ്യങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും വിസ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ചൈനീസ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന രീതി പാശ്ചാത്യ രാജ്യങ്ങൾ ഒഴിവാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ചൈന വലിയൊരു തകർച്ചയിലാണ്. ചൈനയെ ആശ്രയിച്ചിരുന്ന ശ്രീലങ്ക അങ്ങനെയാണ് തകർന്നത്. ചൈനയെ ആശ്രയിച്ചിരുന്ന പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് തകർന്നു. അപ്പോഴാണ് ഇവരിവിടെ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഇത്ര വലിയ വളർച്ചയുണ്ട് ചൈനയ്ക്കും റഷ്യയ്ക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഗൾഫിൽ കുറച്ച് വർഷം ഉണ്ടായിരുന്ന ഖത്തറിലെ സോപ്പിറ്റിൽ എന്ന് പറയുന്ന ഒരു ബാർ ഹോട്ടലുണ്ട്. ഞാൻ അവിടെ അടിക്കുന്ന ആളാണ്. ഈ ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ പെഗടിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് അല്ലാതെ പെൺകുട്ടികൾ ഇങ്ങോട്ട് വരും വില പേശാൻ. പ്രോസ്റ്റിറ്റ്യൂഷനാണ്, പബ്ലിക്കായിട്ട് നടക്കുക. അവർക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് വേണമെങ്കിൽ അവർ വരും, അല്ലെങ്കിൽ അവരുടെ ഫ്ലാറ്റിൽ പോവാം. ഇതാണ് ഓഫർ. ആകെ അവർക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിയാവുന്നത് ഈ റഷ്യൻ പെൺകുട്ടികൾക്കും ചൈനീസ് പെൺകുട്ടികൾക്കും, നല്ല സുന്ദരികളായിട്ടുള്ള കുട്ടികളൊക്കെയാണ്. ഞാൻ ഇവരോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. കാരണം ഇവർ ചോദിക്കുമ്പോൾ ഭൂരിപക്ഷം പേരും ചൈനയും റഷ്യയാണ്. പിന്നെ കുറച്ച് ഫിലിപ്പീനികളും ഉണ്ടാവും. വേറെ ഒരു രാജ്യക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കൂട്ടമായിട്ട് വരികയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്, 5 മണിയാകുമ്പോഴത്തേക്ക് ബാറിൽ. പിന്നെ ഇവരുടെ ഒരു ബഹളമാണ്. അവർ തന്നെ വേണമെങ്കിൽ നമ്മളെ സർവ് ചെയ്യും. അവർ നമ്മളെടുത്തിരുന്നിട്ട് നമുക്ക് ഒഴിച്ചു തരും, ഒക്കെ ചെയ്യും. ഞാൻ പലപ്പോഴും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഇവരോടൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ നിലവാരം അറിയാം. പക്ഷേ പലർക്കും ഫിലിപ്പീനികൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാം. ഈ ചൈനക്കാർക്കും മറ്റവർക്കും ആകെ അറിയാവുന്നത് 400 റിയാൽ 500 റിയാൽ എന്നുള്ള റേറ്റ് പറയാനും 1 നൈറ്റ് 2 നൈറ്റ് എന്നൊക്കെ പറയാനൊക്കെ അറിയുള്ളൂ. അവർക്ക് വേറെ ഒന്നും അറിയില്ല. അവർക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു ഇംഗ്ലീഷ് അറിയില്ല. ഇങ്ങനെ ചൂടുള്ള മാംസം വിൽക്കാനായി ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ, നമ്മുടെയൊക്കെ സഹോദരിമാരും ബാക്കിയുള്ളവരും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കസിൻസും ഒക്കെ പഠിക്കുന്ന ആ പ്രായത്തിൽ, അല്ലെങ്കിൽ നല്ല ജോലിയെടുത്ത് ജീവിക്കുന്ന കാലത്ത് അവിടുത്തെ പെൺകുട്ടികൾ ഇംഗ്ലീഷ് പോലും അറിയാതെ ഗൾഫ് രാജ്യങ്ങളിലെത്തി സ്വന്തം ശരീരം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടായത് ചൈനയിലെയും റഷ്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വിവരക്കേടുകൊണ്ടാണെന്ന് തന്നെ പറയേണ്ടി വരില്ലേ? അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കല്ലേ? എന്നിട്ടാണ് ചങ്കിലെ ചൈന. എന്നാൽ പിന്നെ കാരണഭൂതൻ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് പോട്ടെ, ചൈനയിൽ പോട്ടെ, അല്ലെങ്കിൽ റഷ്യയിൽ പോയിട്ട് ചികിത്സിക്കട്ടെ. എന്തായിരുന്നാലും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദാമയും പപ്പുമോനും അതിൻ്റെ കടിഞ്ഞാണ് ഏറ്റെടുത്തതിന് മുതൽ, അതായത് നരസിംഹറാവുവിനും സീതാറാം കേസരിക്കും ശേഷം, ഇവരുടെ നിയന്ത്രണത്തിൽ പ്രസ്ഥാനം എത്തിയതിനു ശേഷം
പണ്ട് CPM ചെയ്യുന്ന അതേ പണി, ന്യൂനപക്ഷ തീവ്രവാദികളോട് പ്രീണന മനോഭാവം സ്വീകരിക്കുക, രാജ്യവിരുദ്ധ ശക്തികൾക്ക് അവരെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ കോൺഗ്രസും തുടങ്ങിക്കഴിഞ്ഞു. ഇത് കോൺഗ്രസിന്റെ സർവനാശത്തിനാണ്. കോൺഗ്രസ് ഒരു രാജ്യവിരുദ്ധ പ്രസ്ഥാനമായിട്ട് മാറുന്നു എന്നുള്ളത് ദേശീയ സമരത്തിന് നേതൃത്വം കൊടുത്തൊരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇങ്ങനെ തകരുന്നു എന്നുള്ളത് വേദനാജനകമാണ്. ഇത്തരം തീവ്രവാദികളെ എല്ലാം രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കുക, ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുക, അത് ഈ മണ്ണിലിരുന്നു കൊണ്ട് ചെയ്യുക എന്നത് രാജ്യവിരുദ്ധ കുറ്റമായി പ്രഖ്യാപിച്ച് ആ MP-യും അദ്ദേഹത്തിന്റെ അനുയായികളും ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത നടപടികളാണ് എടുക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.